അമ്മ ചേച്ചിയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടോ? എനിക്കിഷ്ടമാണ് ബുക്ക് വായിക്കാനൊക്കെ. പക്ഷെ ഇപ്പൊ എന്റെ കണ്ണ് കുറച്ച് പ്രശ്നം. പിന്നെ ഞാൻ കുറെ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ ഗാർഡനിങ് ഒക്കെ ആണല്ലേ? എല്ലാം ഞാൻ സ്വയം ചെയ്യുന്ന ആളാണ്. ആരെയും വിളിക്കില്ല. എല്ലാം ഗാർഡൻ ഉണ്ടാക്കുന്നതും എല്ലാം എനിക്ക് തനിയെ ചെയ്യണം. വീട്ടിലത്തെ എല്ലാം എനിക്ക് തനിയെ ചെയ്യണം. അപ്പൊ അതിന് സമയം പോകും. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഫോൺ വരുമ്പോ അതിന് സമയം വേണ്ടേ? ഫോണിൽ കുറെ സമയം വേണം. ഒരു മോൻ US-ലാണ്, ഒരു മോൻ UK-ലാണ്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ US-ലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഫോണിൽ തന്നെ കുറെ സമയം വേണം. പിന്നെ പേരക്കുട്ടിയുണ്ട്, ഇഷ്ടംപോലെ സമയം. പ്രണവ് മറ്റേ പേരക്കുട്ടികളും വിളിക്കും. അവർക്ക് അപ്പൊ മലയാളം അറിയില്ല. അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. അവര് പറയും എന്നോട് അമ്മമ്മ മലയാളം പറഞ്ഞാലും അവർക്ക് മലയാളം അറിയില്ലോ. അങ്ങനെ മലയാളം ക്ലാസ് എടുത്തു കൊടുക്കണം. അപ്പൊ ഒരു നല്ല AK നഗറില് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ്. അപ്പൊ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം വൈകുന്നേരം. നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് എന്റെ സമയം പോകും. ചേച്ചി അമ്മയുടെ അടുത്തൊന്ന് പഠിച്ചെടുത്ത ഒരു കാര്യം എന്തായിരിക്കും മെയിൻ ആയിട്ട്? ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ നിക്കുന്നില്ല അമ്മ. യൂഷ്വലി അമ്മയുടെ ഒരു മീൽ എന്ന് പറഞ്ഞ സാധാരണ വീട്ടില് നമ്മളൊക്കെ സാധാരണ ഒരു ചോറ്, ഒരു കറി, ഒരു തോരൻ, അത്രയൊക്കെ അല്ലേ യൂഷ്വലി ഉണ്ടാവുള്ളൂ. പിന്നെ വേണമെങ്കിൽ പപ്പടം, അച്ചാറ്. അമ്മയുടെ മിനിമം 5 ഡിഷസ് ഉണ്ടാവും എപ്പോഴും ഒരു ദിവസം ഒരു മീലിന് ഒരു മിനി സദ്യയാണ്. അപ്പൊ അത് ഞാൻ പഠിച്ചത് അമ്മയുടെ കുക്കിംഗ് ഞാൻ അവിടെ നെന്മാറയില് കണ്ടിട്ട് ഞാനത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണ്. അതായത് ഒരു ഇത് കുക്കാവാൻ എടുക്കുന്ന സമയം കൊണ്ട് അടുത്തത് റെഡിയാക്കുന്നതും അങ്ങനെ ഒരേ സമയത്ത് നമുക്ക് ഒരു 4-5 വിഭവം ഉണ്ടാക്കി അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ നിക്കാൻ ഇഷ്ടമല്ല വെച്ചിട്ട്. അപ്പൊ ഞാൻ അടുത്ത സമയം പോണ്ടല്ലോ. അതെ. അപ്പൊ ആ ഒരു ടൈമില് അല്ല അതെനിക്ക് കുട്ടികളും ഞാൻ അവിടെ തനിയായിരുന്നല്ലോ കുവൈറ്റില്. ഞങ്ങള് 4 കുട്ടികളെയും കൊണ്ട്. അപ്പൊ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ നമ്മള് വെറുതെ ഇരുന്ന് നമുക്ക് അധികം പരിചയമില്ല. എല്ലാം കിട്ടും. സ്റ്റിച്ചിങ് ചെയ്യും. അതിരുന്ന മോൻ വലിയ ആള് 10ല് പഠിക്കുമ്പോ അവന്റെ കൂടെ രാത്രി ഞാനും കൂടെ ഞാൻ എംബ്രോയിഡറി കയ്യിൽ വെച്ച് എംബ്രോയിഡറി ചെയ്തു. നോക്കി വരുമ്പോഴുണ്ടല്ലോ ചേച്ചി, 2 അമ്മമാരും ഓൾ ഇൻ ഓൾ ആണ്. എല്ലാം എക്സ്ട്രാ ഓർഡിനറി കഴിവുകളുള്ള 2 പേരുണ്ട്. അതാണ് കേട്ടോ. ഇവരെല്ലാവരും വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോ എന്റെ സർവന്റ് വന്ന് ചോദിക്കും കേട്ടോ, എന്താണ് ഈ അവിടെ മരുമക്കള് അല്ലെങ്കിൽ മകളൊക്കെ ഇരിക്കുന്നില്ലേ, എന്താ പോയിട്ട് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ചെയ്തു തരാന്. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ മാത്രം എന്തിനാ അവിടെ ചെയ്യുന്നത്? ഞാൻ പറയും എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ അവരെ നമ്മള് പോയി ചോദിച്ചാലും പറയും വേണ്ട അല്ല, ഇവര് വരുമ്പോൾ ഇവരെയൊന്നും കാത്തിരിക്കാൻ പറ്റില്ല എനിക്ക്. കാരണം ഇവര് ഓരോരുത്തരും ഓരോ സമയത്തല്ലേ ഇവര്. അപ്പോഴേക്കും ഞാൻ എല്ലാം ഉണ്ടാക്കി. അമ്മയ്ക്കും ഇതേ ശീലമുണ്ട്. അമ്മയ്ക്കും മമ്മിക്കും ഒരുപാട് ശീലങ്ങളുണ്ട്. അതായത് ഒന്ന്, അവര് തന്നെ കിച്ചണിലെ ഓൾ ഇൻ ഓൾ ആണ്. അതിലെല്ലാവരും കയറി ഇടപെട്ട് അവരുടെ താളം തെറ്റും. നമ്മൾ ഇടപെടണ്ട, നമ്മൾ ആരും ഇടപെടണ്ട. അത് നമുക്ക് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ടീന മമ്മിയുടെ വിളി വന്നു തുടങ്ങി. 1 minute 30 seconds 1 minute ഉണ്ട്. അതിന്റെ വിളിയാണിത്. അതാ വരുന്നു. അപ്പം ഇപ്പൊ 2 പേർക്കും ഒരു വലിയ കയ്യടി. താങ്ക് യു. ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇത് കേക്കിന്, അത് ചിക്കൻ. വർത്താനം പറഞ്ഞതിന് യെല്ലോ ഫിഷും ഉണ്ട് ഇതേപോലെ. പക്ഷെ ഇങ്ങനെയല്ല, അത് ഇതിലും കുറവാണ്. ഒന്നും വേണ്ട, വെറുതെ മറ്റേ മസാല ഉണ്ടാവില്ല. ഇത്രയും മസാല ഇല്ല. ജീരകപ്പൊടി, മല്ലിപ്പൊടി ഇല്ല. മറ്റേ ഗരം മസാല ശരിക്കും ടേസ്റ്റ് ചെയ്യുമ്പോ മനസ്സിലാവും. ഫിഷ് അല്ലേ കൂടുതൽ അവര് കഴിക്കുന്നത്. ലൈറ്റ് ആണ്. പ്രശാന്തേട്ടന്റെ ഫേവറേറ്റ് ഡിഷാണ്. ഇനി ഈ കേക്കിലില്ലേ, ഇതിന്റെ മുകളിൽ ഒരു ടോപ്പിംഗ് ഇടാം. കാരമൽ ടോപ്പിംഗ്. അത് നമുക്ക് ഇവിടെ ചെയ്തോളൂ മമ്മി. അത് പ്ലേറ്റിൽ എടുത്തോളൂ. ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളത് കൂൾ ചെയ്ത് കുറച്ചും കൂടെ ആവാനുണ്ടല്ലേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കട്ടിങ്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. കുക്കിംഗ് വിശേഷം, ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് പോകാം. നേരത്തെ ഞങ്ങൾ ചോദിച്ചു ക്രിസ്മസ് ഓർമ്മകള്. അപ്പം നമ്മുടെ ലെന ചേച്ചിയെ പറ്റിയിട്ട് ഒരു ക്രിസ്മസ് ഓർമ്മ എന്താ ഉള്ളത്? ലെനയ്ക്ക് എന്നും ഒരു സാന്റക്ലാസ് വരുന്നത് ഒരു ഓർമ്മയുള്ളൂ.
ആ സാന്റാക്ലോസിന് ആദ്യമേ ഒരു ഞാൻ പറഞ്ഞു ലെറ്റർ എഴുതി കൊടുക്കണം നിനക്ക് എന്താ വേണ്ടെന്ന്, എന്നാലും നിനക്ക് അറിയുള്ളൂ അതെന്ന്. അപ്പൊ അവള് ഡിയർ സാന്റാക്ലോസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ലെറ്ററൊക്കെ മടക്കി ഡാഡിയുടെ കയ്യിൽ കൊടുക്കും. അന്നൊക്കെ പോസ്റ്റ് ചെയ്യാനല്ലേ, ഈ വാട്സാപ്പ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അതിലൊന്ന് പിന്നെ ഫ്ലൈറ്റ് ഒക്കെ പോകുമ്പോ സാന്റാക്ലോസ് അതിൽ പോണുണ്ട്, ഹെലികോപ്റ്റർ മനസ്സിലായത് എന്റെ കുട്ടിക്കാലം എന്നെ പറ്റിച്ചു. എന്റെ കുട്ടിക്കാലം മുഴുവൻ തട്ടിപ്പറഞ്ഞു. പക്ഷെ ആ ത്രില്ലുണ്ടല്ലോ ഇപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ള കുട്ടികൾക്ക് ലൈക്ക് എന്റെ അനിയത്തിയുടെ പിള്ളേര് അവരിപ്പോ വലുതായി, രണ്ടുപേരും ഒരാൾ കോളേജിലും ഒരാൾ 9th ആണ്. പക്ഷെ അവര് ചെറുതായിരുന്നപ്പോഴൊക്കെ എനിക്ക് ആ ഒരു സെയിം എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഇഷ്ടം. ഇപ്പൊ നമുക്ക് പ്രണവും കൂടെ ഉണ്ട്, പ്രണവിനെ പറ്റിക്കാം. പ്രണവിനെ അധികം പറ്റിക്കാൻ പറ്റില്ല. എന്റെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്, എന്താഗ്രഹം എഴുതി വെച്ച് അയച്ചു കൊടുത്തിരുന്നത്? അത് എല്ലാ വർഷവും ആ വർഷത്തിലാണെന്ന് തോന്നുന്നു ബാർബി ഡോൾ ഇറങ്ങിയത് ഇന്ത്യയില്. അപ്പൊ ഈ ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡോൾസിനൊക്കെ 10 രൂപ ഉള്ളപ്പോ ഇതിന് 110 രൂപയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും ആദ്യം ക്രിസ്മസിന് മുമ്പ്. അപ്പൊ നമുക്ക് വിൻഡോ ഷോപ്പിങ്ങിന്റെ സമയത്ത് എല്ലാ കടയില് പോയി ടോയ്സ് നോക്കാം, എന്നിട്ട് ലിസ്റ്റിൽ നമുക്ക് സാന്റാക്ലോസിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ആ വേണ്ടത് സാന്റാക്ലോസിനെ എഴുതണം, എന്നാലേ അത് വരുള്ളൂ. അങ്ങനെയായിരുന്നു. ഞാൻ സത്യമായിട്ടും ഞാൻ എത്ര 9 വയസ്സ് വരെ വിശ്വസിച്ചിരുന്നതാണ് സാന്റാക്ലോസ് ഉണ്ട്, സാന്റാക്ലോസ് ആണ് ഈ ഗിഫ്റ്റ് കൊണ്ട് ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെക്കുന്നതെന്ന്. എന്തായാലും അന്ന് കിട്ടിയില്ലേ, നമ്മള് മാനിഫെസ്റ്റ് എല്ലാ വർഷവും കിട്ടും. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചു, ഞാനിത് തുറക്കുമ്പോ ഞെട്ടുകയും ചെയ്യും. അത് ചിലപ്പോ അച്ഛൻ ആ വഴിക്ക് പിടിക്കുന്ന കത്ത് തുറന്ന് വായിച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അല്ലെ, മാനിഫെസ്റ്റേഷന്റെ വഴി വല്ലതും ആണെങ്കിലും. അങ്ങനെ മാനിഫെസ്റ്റേഷൻ അന്നൊക്കെ ഇതായിരുന്നു മാനിഫെസ്റ്റേഷൻ. പ്രണവന വിശ്വാസം ഉണ്ട് ആണല്ലേ. ഇപ്പോഴും ഫോർട്ട് കൊച്ചിയില് ഇപ്പോഴും അവർക്ക് ഈ ക്രിസ്മസ് ട്രീം സാന്റാക്ലോസ് ഉണ്ട്. അന്നൊക്കെ സാന്റാക്ലോസ് ഇവിടെ ചെറുതാർന്നപ്പോ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അവിടെ ഞങ്ങൾ കൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അവർക്ക്. അവര് പേര് വിളിക്കും, ഇവളുടെ പേര് വരുന്ന കുട്ടികൾ ഇങ്ങനെ വിളിച്ചു, വൈ ദേ നോട്ട് കോളിങ് മൈ നെയിം എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് സാന്റാക്ലോസ് വിളിച്ചു വെയിറ്റ് ഐ ആം കമ്മിങ്. ഞാൻ വന്നിട്ടില്ല വിചാരിച്ചാലോ അന്നല്ലേ ടെഡി ബിയർ കിട്ടിയത്? അല്ല, അന്ന് വേറെ ബാബി ഡോളിന്റെ സെക്കൻഡ് വൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്തൊക്കെയോ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ബാബി ഡോൾ ഹൗസും എന്തൊക്കെയോ കളക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 9 വയസ്സ് വരെ. പക്ഷെ അത് ഭയങ്കര രസമല്ലേ? 9 വയസ്സിൽ ആ ഇത് സാന്റാക്ലോസ് എല്ലാം തരണേന്ന് മനസ്സിലായപ്പോ ഭയങ്കര സങ്കടം. ഞാൻ ആലോചിക്കായിരുന്നു അറിയണ്ടിരുന്നില്ല. ഇത് അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഇരിക്കുമല്ലോ അല്ലെ. അത് മാത്രല്ല ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു പ്രശാന്തേട്ടനായിട്ടുള്ള ആദ്യത്തെ കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു, US